എൽസി ഉമ്മൻ സൈക്കോളജിസ്റ്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ചില സംശയകരമായ സാഹചര്യമുണ്ട്. ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളാണ് ഇത്തരമൊരു സംശയം ഞങ്ങളും അതിലേക്ക് ഫോളോ ചെയ്യുന്നതിന് ഇടവെച്ചത്. യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഒരു പിതാവും മാതാവും ചേർന്ന് ഒരു മകളെ കൊലപ്പെടുത്തി എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഉയരുന്ന ചില സംശയങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ആ സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടി വരില്ലേ? അതെ, അതായത് ഇപ്പോ നമ്മൾ ഈ ഒരു കേസ് ഇപ്പൊ ഒരാളിനെ കാണാതെ ആധികാരികമായിട്ട് അത് തന്നെയല്ലേ അവരുടെ ഒരു അനുവാദമില്ലാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാലും കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് രണ്ട് ആംഗിളിലൂടെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഒരു സിസ്റ്റർ കന്യാസ്ത്രീ ആകാനായിട്ട് പോയി. പക്ഷെ അത് ആ പഠനം പൂർത്തീകരിക്കാതെ തിരിച്ചു വന്നു. എന്നിട്ട് മറ്റുള്ളവരൊക്കെയും അവിടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് നോട്ട് ചെയ്തു, ദേഷ്യഭാവവും ഒക്കെ നോട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ആണ് കാണിക്കുന്നത്. അതായത് ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത നിലയിൽ വരുമ്പോഴാണെങ്കിലോ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു സാഹചര്യം വിട്ട് തിരിച്ച് മടങ്ങി വരുന്നത്. അതേപോലെ തന്നെ ഭർത്താവിൽ നിന്നും വേർപെട്ട് കഴിയുന്നു. അപ്പൊ അവിടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അത് തന്നെയല്ല അക്രമ സ്വഭാവം, വയലന്റ് ആകുക, പൊട്ടിത്തെറിക്കുക, പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്തു ചാടുക, കാറിന്റെ ഡോറൊക്കെ ആരുടെയെങ്കിലും ദേഹത്ത് കൊള്ളുന്നു പോലും നോക്കാതെ വളരെ കെയർലെസ് ആയിട്ട് ഡോർ വലിച്ചു തുറക്കുക. അത് തന്നെയല്ല അതിന്റെ ആരെങ്കിലും അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റേ ആളിനെ പ്രതിയാക്കും എന്നുള്ള തലത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഭക്ഷണ സാധനം വരെ വലിച്ചെറിയുക, പ്ലേറ്റ് വലിച്ചെറിയുക. ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസ് തുടക്കം മുതലേ ഒരു 10-15 വർഷമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയല്ല ഓഫ് ലേറ്റ് ആയിട്ട് ബൈബിൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യവും പിന്നെ ഇങ്ങനത്തെ വേർഡിങ്സ് ഒക്കെ ഭിത്തിയിൽ കാണുക. അപ്പൊ ഈ ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒന്ന് രണ്ട് ആംഗിളിലാണ് ചിന്തിക്കേണ്ടത്. ഒന്നാമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉള്ളവർ ക്ലാസിക്കലി ഇതേ സാഹചര്യം തന്നെ കാണിക്കാറുണ്ട്, ആരുമായിട്ടും ചേർന്ന് പോകത്തില്ല. എന്നാൽ പൊതുവെ മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് മനസ്സിലാകുകയുള്ളൂ. അക്രമ സ്വഭാവവും, പറഞ്ഞ അനുസരിക്കായ്മയും, തോന്നുന്ന സമയത്ത് പോവുക, തോന്നുന്ന സമയത്ത് വീട്ടിൽ കയറി വരിക, ആരെങ്കിലും ചോദ്യം ചെയ്യുവാണെങ്കിൽ അവരെ ശത്രുവായിട്ട് കണക്കാക്കുക, എന്തെങ്കിലും ഒരു തരത്തിൽ ഈ രീതിയിലാണ് ശരി എന്ന് പറയുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഒട്ടും സ്വീകാര്യമല്ല. അപ്പൊ അതിനെ പ്രതിരോധിക്കുക, അത് അക്രമത്തിലൂടെ തന്നെ പ്രതിരോധിക്കുക, ഇതൊക്കെയും തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല വേർഡിങ് എന്ന് പറയുന്നതും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫാന്റസി വേൾഡിൽ ഇരിക്കുമ്പോൾ അവരൊരു സാങ്കല്പിക ലോകത്തിരിക്കുമ്പോൾ അവർ ഇത്തരം തരത്തിലുള്ള വേർഡിങ്സ് ഒക്കെ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സൈക്കോട്ടിക് അവസ്ഥയാണോ എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും മിഥ്യാധാരണ അല്ലെങ്കിൽ മിഥ്യാബോധം, മിഥ്യാചിന്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബൈബിള് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അതുവരെ താൻ പിന്തുടർന്നുകൊണ്ടിരുന്ന വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് അതിൽ നിന്നും പിന്തിരിഞ്ഞ് മറ്റൊരു തരത്തിലേക്ക് പോകുക, ചിലപ്പോൾ ഈ സാത്താനെ ആരാധിക്കുക. അതായത് അത്തരം സാത്താൻ സേവയൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് മറ്റൊരു തരത്തിൽ ആരും ഉൾക്കൊള്ളാത്ത രീതിയിലത്തെ വ്യതിചലിച്ചു പോകുന്ന ആ തരത്തിലുണ്ടെങ്കിൽ പോലും ഒരു സൈക്കോസിസ് എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഡെലൂഷണൽ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളപ്പോൾ ഇത്തരത്തിലൊക്കെ ചിന്ത വരാനും ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാനും, ഇതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ബുക്സും വളരെ സീക്രട്ട് ആയിട്ട് പരിപാവനമായിട്ട് കണക്കാക്കുന്നതൊക്കെ വലിച്ചെറിയാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതേപോലെ ഒരു വയലൻസും അല്ലെങ്കിൽ ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനകത്തിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 15 years ആയിട്ട് ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ്, വയലൻസ് ഉൾപ്പെടെ, അക്രമം ഉൾപ്പെടെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ ഒരു മാനസിക ആരോഗ്യ വിലയിരുത്തൽ നടത്തി അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് പരിഹരിച്ച് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ പറയാനുള്ളത്. ഡോക്ടർ എൽസി ഉമ്മൻ, ഒരു കാര്യം കൂടി, ഈ കൊലപാതകം നടന്ന് ഇതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ, ഞങ്ങളുടെ ശരണ്യ സേവനൊക്കെ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ കൊലപാതകം നടത്തിയ പിതാവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ മകൾ വൈകി വരുന്നു എന്ന ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൊല ചെയ്തതെന്ന് അങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയറക്റ്റായിട്ട് അദ്ദേഹം അങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ, പിതാവിനെയും മാതാവിനെയും ഈ ഒരു കൃത്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചതിന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഘടകങ്ങൾക്കും അപ്പുറമുള്ള മറ്റെന്തെങ്കിലും കാരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
അതല്ല ഇപ്പോൾ ഈ മോളുടെ പെരുമാറ്റ വൈകല്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ മൂലം ഇനി മകൾ മരണപ്പെടട്ടെ, ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന തീരുമാനം, കടുത്ത നിലപാടെടുക്കാൻ മാതാപിതാക്കൾ തയ്യാറായതോ? അങ്ങനെ മനോഭാവം ആളുകൾ ഉണ്ടായി വരുന്നത് സ്വാഭാവികമാണോ? അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടോ അവർ അങ്ങനെയൊന്നും ചെയ്തതായിരിക്കണമെന്നില്ല. അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു നിവൃത്തികേടിന്റെ പുറത്ത്. കാരണം 10-15 വർഷമായിട്ട് ഇതൊരു തരം ഇത് പറഞ്ഞതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു തരം ടോർച്ചർ അല്ലേ. അത്തരം ആ ടോർച്ചറിലൂടെ അവർ കടന്നു പോകുക എന്ന് പറയുന്നത് അവരും ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു വ്യഥ അനുഭവിച്ചിരിക്കണം. ഈ ചെയ്തതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണെന്ന് ദയവായി കരുതരുത്. എന്നിരുന്നാൽ പോലും ഇത്തരം ബിഹേവിയർ ഇഷ്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടെയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ അന്നേരത്തെ ഒരു ഫ്രസ്ട്രേഷനിലും ആ ഒരു പിരിമുറുക്കത്തിലും ആ ഒരു നിവൃത്തിയില്ലായ്മയിലും ആ ഒരു ഹെൽപ്ലെസ്നെസ്സിലും എല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവരും ഒരുപക്ഷെ ഇമോഷണലി സ്ട്രെയിൻഡ് ആയിരിക്കണം ഇത്രയും ഇയേഴ്സ് ആയിട്ട്. കാരണം മഠത്തിൽ വിട്ടു, അവിടെ ശരിയായില്ല, കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവിടെ ശരിയായില്ല, വീട്ടിൽ ശരിയാവുന്നില്ല. അങ്ങനെ അവരും ഒരുപക്ഷെ അത്രയും സ്ട്രെയിൻഡ് ആയി കാണണം. അവരുടെയും ഒരു മാനസികാവസ്ഥ നമ്മൾ എല്ലാ തലവും കാണണമല്ലോ. അപ്പോൾ അത്തരം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഹെൽപ്ലെസ്നെസ്സിന്റെ അവസ്ഥയിൽ അവര് ആ സാഹചര്യത്തിൽ അറിയാതെ ചെയ്തു പോയതാകാം. അത് തന്നെയല്ല, പ്രത്യേകിച്ചും ഈ ദൈവവുമായിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാർ, അത്രയും ഒരു പേഴ്സണൽ ബന്ധം, വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്ക് താങ്ങുന്നതിലപ്പുറമാണ് ഇത്തരത്തിൽ ബൈബിൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സത്യങ്ങളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ പോവുകയോ. അത് ഒരു പക്ഷേ അതൊരു ദൈവത്തിന്റെ കോപമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയമോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരികയോ അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ ടെർമോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരവസ്ഥയിൽ അവരത് ചെയ്തു പോയതാകാനാണ് സാധ്യത. അത് തന്നെയല്ല, അവർ പറയുന്നത് അനുസരിക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു ദുരഭിമാനവും ഉണ്ടാകാം. പല രീതിയിൽ അവർ പല അവസ്ഥകളിലൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അത് അവിടെയെല്ലാം തങ്ങൾ തോറ്റുപോയി എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇമോഷണൽ ടെർമോയിൽ ഒരുപക്ഷെ ചെയ്തു പോയതാകാം. വളരെ നന്ദി ഡോക്ടർ എൽസി അമ്മൻ.